ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് കൃഷ്ണേന്ദു. ഞാനൊരു എസ് സിഒ ട്രെയിനറാണ്. ഞാനിവിടെ ഒരു എസ് സിഒൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു സീരീസിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എസ് സിഒനെ പറ്റി അറിയാനും എസ് സിഒ ഫീൽഡിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് എസ് സിഒ പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി അവർ മുന്നേ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒരു റിവിഷൻ പോലെയോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് കൺസെപ്റ്റുകളും ഒരുപാട് കാര്യങ്ങളും നമ്മുടെ ഈ എസ് സിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സീരീസ് പോകുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ഈ പുതുതായി വന്നിരിക്കുന്ന കൺസെപ്റ്റുകൾ കൂടി കേട്ടുകൊണ്ട് അവർക്ക് അവരുടെ ഈ പറയുന്ന സ്കില്ല് വീണ്ടും ഇംപ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ഈ ഒരു സീരീസിനെ കൊണ്ട് സഹായിക്കും. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ബേസിക് നിന്നായിരിക്കും. ആദ്യം എസ് സിഒ എന്താണെന്ന്, എസ് സിഒനെ ടൈപ്പ് ചെയ്ത അങ്ങനെയാണ് എന്റെ സീരീസ് പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എസ് സിഒ എന്താണെന്ന് സിമ്പിളായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് സെർച്ച് എഞ്ചിനിൽ വിസിബിൾ ചെയ്യിക്കുക എന്നാണ് സിമ്പിൾ ആയി പറഞ്ഞ എസ് സിഒനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓർഗാനിക് ആയിട്ട് പൈസയൊന്നും കൊടുക്കാതെ ഓർഗാനിക്കലി നമ്മുടെ വെബ്സൈറ്റിനെ കൂടുതൽ വിസിബിൾ ആക്കുക സെർച്ച് എഞ്ചിൻ. ഓക്കെ, ഇനി ഞാൻ 2 വേർഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു പഴയ വേർഷനാണ്. അത് ഇപ്പത്തെ ഈ ഒരു ടൈം പീരീഡിൽ ഒരിക്കലും ആപ്റ്റ് അല്ല. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, ഞാനിപ്പം പറഞ്ഞ ഡെഫിനേഷൻ പ്രകാരമാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ മുന്നേ സെർച്ച് ചെയ്യുന്നത്, ഇപ്പോ ഞാനിപ്പോ കൊച്ചിയിൽ ഒരു IELTS പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പോ എനിക്ക് IELTS ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി അറിയണം കൊച്ചിയിലെ. അപ്പൊ ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നിരിക്കുന്ന ഒരു ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി എന്നായിരിക്കും. ഓക്കെ, ഞാൻ ഈ അടിച്ചിരിക്കുന്ന ക്വറീനെയാണ് നമ്മൾ എന്ത് പറയാ, കീവേഡ് എന്ന് പറയാം. ഇതെന്താണ് കീവേഡ്, കീവേഡ് ടൈപ്പ്, ഇതൊക്കെ ഞാൻ വരുന്ന സെഷനിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് നിങ്ങൾ ഇതിനെ കീവേഡ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഞാൻ ഈ ഒരു കീവേഡ് അടിക്കുന്ന സമയത്ത് എനിക്കിവിടെ ഒരു റിസൾട്ട് തരും. ഓക്കെ, എനിക്ക് റിസൾട്ടിൽ ആദ്യം എനിക്ക് തന്നിരിക്കുന്നത് ഒരു AI ഓവർവ്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ തന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു മാപ്പൊക്കെ തന്നിട്ട് ഒരു സാധനം കണ്ടോ, ഇതിനെ ലോക്കൽ പാക്ക് എന്ന് പറയും. അതിനുശേഷം എനിക്ക് വെബ്സൈറ്റുകളെ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു റിസൾട്ട് തന്നിരിക്കുന്ന ഈ ഒരു പേജിനെ നമ്മൾ സെർപ്പ് എന്നാണ് പറയാ. സെർപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. ഓക്കെ, അപ്പോ എനിക്ക് ആദ്യം തന്നിരിക്കുന്ന ഈ AI ഓവർവ്യൂ അവിടെ നിൽക്കട്ടെ, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ മുന്നേ ആണെങ്കിൽ ഒരാൾ ഈ ഒരു കീവേഡ് അടിക്കുന്ന സമയത്ത് ഇതുപോലെ വെബ്സൈറ്റും ഈ പറഞ്ഞ ഈ ലോക്കൽ പാക്ക്, അതിന്റെ GBP എന്ന് പറയും, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ, ഇതുമാണ് തന്നിട്ട് അതിന്റെ താഴെ എന്താണ് നമ്മുടെ ഈ പറയുന്ന വെബ്സൈറ്റുകളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വൺ ബൈ വൺ ബൈ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് ഏതാണോ അതിലേക്കായിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി ആരായാലും സെർച്ച് ചെയ്യുന്ന ഒരാൾ പോവുക. അതിനുശേഷം അയാൾ എന്ത് ചെയ്യും, ആ ഒരു വെബ്സൈറ്റ് നോക്കി അയാൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് അവിടെ ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകും. നേരെ മറിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ അല്ലെങ്കിൽ അടുത്ത റിസൾട്ടിലേക്ക് പോകും. ഇങ്ങനെ ഒരു പാറ്റേൺ ആയിരുന്നു മുന്നേ നമ്മൾ ഈ പറയുന്ന ഈ SEO അല്ലെങ്കിൽ ഈ സെർച്ച് ചെയ്യുന്ന ഒരാൾ ഫോളോ ചെയ്തിരുന്ന പാറ്റേൺ. പക്ഷേ ഇപ്പോ ആ ഒരു പാറ്റേൺ മാറി. ഇപ്പോ ഒരാള് ഇങ്ങനെ വന്ന് സെർച്ച് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ കൂടുതൽ ആൾക്കാരും ഇപ്പോ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റീവ് സെർച്ച് എഞ്ചിനാണ്. ജനറേറ്റീവ് സെർച്ച് എഞ്ചിൻ എന്നാ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിയില്ല. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് ChatGPT. ഇപ്പൊ ChatGPT ഇന്നത്തെ ആൾക്കാർ കൂടുതലായിട്ട് ഇപ്പം എന്ത് കാര്യങ്ങളും പണ്ട് മുന്നേ ചോദിച്ചിരുന്നത് ഗൂഗിളിനോടാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ChatGPT വഴിയാണ്. ഇപ്പൊ ChatGPT വന്നിട്ട് ഞാൻ ഈ പറയുന്ന ക്വറി ഞാൻ അടിക്കുകയാണ്. അപ്പോ ഓക്കെ, എനിക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസൾട്ട് തരുന്നുണ്ട്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഞാനത് കൊടുത്തിരിക്കുന്നത് ഒരു IELTS ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് മാത്രമാണ് കൊടുത്തത്. ഞാനൊരു കാര്യം ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് കൊടുക്കാം. ഓക്കെ, എനിക്ക് വൺ ബൈ ഇപ്പം ഫസ്റ്റ് റിസൾട്ട് കാസ്പർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ, സെക്കൻഡ് റിസൾട്ട് കോസ്മോ എന്ന് പറയുന്നത്, പിന്നെ
വിൻസ്പെയർ ഇങ്ങനെ ഞങ്ങൾക്ക് റിസൾട്ടുകൾ കിട്ടുക. അപ്പൊ ഇന്നൊരാൾ സെർച്ച് ചെയ്യുന്നത് ഈ ഒരു പാറ്റേൺ സെർച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ഇവിടെ പറഞ്ഞ റിസൾട്ടിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ ഒരു പേര് എടുത്തിട്ട് എന്ത് ചെയ്യും, ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ചെയ്യും. ഇങ്ങനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് കോസ്മോ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ റിസൾട്ട് തന്നിരിക്കുന്നത് കാസ്പർ എന്ന് പറഞ്ഞ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ നോക്കുക, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റിസൾട്ടും ഇവിടെ തന്നിരിക്കുന്ന റിസൾട്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോ നമ്മൾ ഇന്നത്തെ SEO കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഗൂഗിളില് നമുക്ക് ഫസ്റ്റ് എത്തിക്കുക അല്ലെങ്കിൽ വിസിബിലിറ്റി കൊണ്ടുവരാൻ മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ജനറേറ്റീവ് സെർച്ച് എഞ്ചിനായ ചാറ്റ് GPT അല്ലെങ്കിൽ പെർപ്ലസിറ്റി അല്ലെങ്കിൽ ജെമിനി, ഇതിലേക്ക് നമ്മളെ വെബ്സൈറ്റുകളെ എത്തിക്കുക എന്ന് പറയുന്നത് കൂടി ഇപ്പോഴത്തെ SEOന്റെ നമ്മളെ മെയിൻ എയിമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാ ഇവിടെ ഓറിയോ ഉണ്ട്. ഇതും ലേറ്റസ്റ്റ് ആയിട്ട് ഗൂഗിൾ കൊണ്ടുവന്നതാണ്. കാരണം ഗൂഗിളിന്റെ ട്രാഫിക് വളരെയധികം ഈ ചാറ്റ് GPT വന്നപ്പോൾ ഒരുപാട് ട്രാഫിക് ലോസ് ആയി. അപ്പൊ അവർക്ക് അവരുടെ ഈ പറയുന്ന കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് മുകളിലൊരു സെക്ഷൻ. അതായത് ഒരാൾ ഒരു കീവേഡ് അല്ലെങ്കിൽ ഒരു ക്വറി സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് മുകളിൽ തന്നെ റിസൾട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് തന്നെ അവർക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ആ ഒരു വെബ്സൈറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതിനെപ്പറ്റി നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെർച്ച് എഞ്ചിൻസ് എന്താണെന്നാണ്. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ഈ സെർച്ച് എഞ്ചിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. ഈ ഗൂഗിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വെബ്സൈറ്റിൽ നിന്ന് ഇൻഫോർമേഷൻ, റെലവെന്റ് ഇൻഫോർമേഷൻ എടുത്തിട്ട് അത് ഓർഗനൈസ് ചെയ്ത് വെക്കും. എന്നിട്ട് ഒരാൾ വന്നിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വറി സെർച്ച് ചെയ്യുമ്പോൾ അയാൾക്ക് ഏറ്റവും റെലവെന്റ് ആയ റിസൾട്ടുകൾ കൊടുക്കാൻ എന്ത് ചെയ്യും, ഈ പറയുന്ന സെർച്ച് എഞ്ചിൻ സഹായിക്കും. ഇനി സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്, ബൈദു ഒരു സെർച്ച് എഞ്ചിൻ, ബിങ്, യാൻഡെക്സ്, അങ്ങനെ ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. ഇനി ജനറേറ്റീവ് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ AI പവേർഡ് സിസ്റ്റം ആണ്. ഇതിനെ നമ്മൾ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയാം. ഉദാഹരണത്തിന് ചാറ്റ് GPT, ജെമിനി, പെർപ്ലസിറ്റി. എനിക്ക് തോന്നുന്നു ഇതൊക്കെ യൂസ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും ഇപ്പോൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഞാനൊരു ഫസ്റ്റ് ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി വരും സെഷനിൽ ഓരോ വൺ ബൈ ഞാൻ ഇനി SEOന്റെ ടൈപ്പ് അല്ലെങ്കിൽ കീവേഡ്സ് അങ്ങനെ ഓരോ സെഷനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.